ഈടയിൽ നിന്ന് അല്ലെങ്കിൽ ബ്രഹ്മാവിൽ നിന്ന് ആണ് ഈ ദാരികന് വരം ലഭിക്കുന്നത്, വരം ചോദിക്കുന്നത്. വരം ചോദിക്കുന്ന സമയത്ത് രാജാവ് രാഷ്ട്രീയ രാജാവായിട്ടാണ് പിന്നീട് അദ്ദേഹം ശോഭിക്കുന്നത്, ദാരികൻ. അപ്പോൾ ആ ബ്രഹ്മാവ് കൊടുക്കുന്ന ഒരു ദണ്ഡാണ് ബ്രഹ്മദണ്ഡ്. ഏറ്റവും ശക്തിയേറിയതും ദണ്ഡും. ഒപ്പം തന്നെ ഈ ദണ്ഡനം ചെയ്യാനുള്ള അല്ല ജനങ്ങളെ നേരായിട്ട് മാർഗം നയിച്ച് അല്ല ദണ്ഡനം ചെയ്യേണ്ട. ദണ്ഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീഡിപ്പിക്കുക എന്നുള്ള എൻ്റെ അർത്ഥമല്ല. നമ്മൾ കുട്ടികളെ പിന്നെ ടീച്ചർ അധ്യാപകൻ അടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗുരു അടിക്കുന്നുണ്ട്, അതിന് വേണ്ടിയാണ് വടി കൊടുത്തിരിക്കുന്നത്. നന്നാകുന്നതിനേക്ക് വേണ്ടിയാണ് വടി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ നന്നാകാൻ പാകപ്പെട്ട ഒരാളായിരിക്കും രാജാവ്. അല്ലെ ജനങ്ങളെ പ്രജകളെ നന്നാക്കുന്നതിലേക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിലേക്ക് വേണ്ടിയാണ് ദാരികന് ഈ ബ്രഹ്മാവ് ഈ ബ്രഹ്മദണ്ഡ് കൊടുക്കുന്നത്. പക്ഷെ അത് നേരെ എന്താണ് ചെയ്യുന്നത്? ആ ബ്രഹ്മദണ്ഡിൻ്റെ അധികാരം വെച്ചുകൊണ്ട് രാജാവായിട്ട് അല്ലെ അസുര രാജാവായിട്ട് വാഴുകയും മറ്റുള്ള ദേവകളെ ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ബ്രഹ്മദണ്ഡിൻ്റെ ഈ ബലത്താൽ ശക്തി കൊണ്ട്. അപ്പം ആദ്യമായിട്ട് ഇപ്പം നമ്മൾ രാജാവാകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കിരീടാവകാശമാകുമ്പോൾ ചെങ്കോലും കിരീടവും കൊടുത്തെന്നാണ് പറയുന്നത്. കോല് അല്ലേ, അത് കോലിനെ ഇതായിട്ട് ദണ്ഡായിട്ടാണ് സങ്കല്പിക്കുന്നത്. അപ്പം ദണ്ഡനം ചെയ്യുക എന്നത് ശിക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല, ദണ്ഡനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിയമം എന്നാണ് അർത്ഥം. ദണ്ഡിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നേരായ മാർഗത്തിൽ കൊണ്ടുപോകുക, അതിന് വേണ്ടിയാണ് ദണ്ഡ് കൊടുത്തത്. പക്ഷെ അദ്ദേഹം എന്താണോ ബ്രഹ്മാവ് ആഗ്രഹിച്ചു കൊടുത്തത് നേരെ വിപരീതമായിട്ട് ആസുര